ബോധം പോയോ? തലയിൽ ഉണക്കത്തേങ്ങ വീണോ? അയ്യോ, ഇത് നമ്മുടെ കുഞ്ഞമ്മായി അല്ലേ? എന്താടി നിനക്കൊരു രാത്രി സഞ്ചാരം? വീടിനകത്തെ ഭയങ്കര ചൂട്, ഈ മരുഭൂമിയിലെ പോലെ. എന്നാ പിന്നെ ഇത്തിരി കാറ്റ് കൊണ്ടേക്കാന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയതാ. കൊണ്ടത് കിഴക്കൻ കാറ്റാണോ അതോ പടിഞ്ഞാറൻ കാറ്റായിരുന്നു? അല്ല, കടൽ കാറ്റേ, അല്ലാതെ വൈശാഖം കാറ്റല്ല. വൈശാഖ കാറ്റോ? ആ, എന്റെ ആങ്ങള കാറ്റ്. ആ കാറ്റിപ്പോ ഒരു ബൈക്കിൽ കയറി കിഴക്കോട്ട് പോയി. അമ്മായി വൈശാഖിനെ കണ്ടായിരുന്നല്ലേ? ആ, കണ്ടു. അവന്റെ ബൈക്കിന്റെ ശബ്ദം അങ്ങ് മണക്കാട് വരുമ്പോഴേ ഞാനിവിടെ കേൾക്കും. എന്നാ പിന്നെ ആങ്ങളെയായിട്ട് എന്തെങ്കിലും വർത്താനം പറഞ്ഞുകൂടായിരുന്നു? ഹാ, എന്നിട്ട് വേണം എന്റെ കെട്ടിയോൻ ജഗദീശേട്ടൻ കണ്ടോണ്ട് വന്ന് എന്നെ എടുത്തിട്ട് ചെണ്ട കൊട്ടാൻ, അല്ലേ? നീയും എന്റെ ആങ്ങളെയും കൂടി നടത്തുന്നത് ഒത്തുകളി നാടകമാണെന്ന് എനിക്ക് പണ്ടേ പിടികിട്ടിയതാ. ഹാ, അതവിടെ നിക്കട്ടെ. അവൻ വെറുതെ വന്നതാണല്ലേ? അതെ അതെ, അവനെ കടപ്പുറത്ത് കാറ്റ് കൊള്ളാൻ വന്നപ്പോ വെറുതെ ഒരു ലോഹത്തിന് എന്നെ കാണാൻ കയറിയതാ. ലോഹ്യം കയറിയത് എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞങ്ങള് ഒന്നോ രണ്ടോ വാക്കുകൾ പരസ്പരം സംസാരിച്ചു. ഒരു മിനിറ്റിനകം കോൺവെർസേഷൻ തീർന്നു. ആ കോൺവെർസേഷൻ മൊത്തം ഞാൻ കേട്ടു. മൊത്തം കേട്ടോ? മൊത്തം കേട്ടു. കേക്കണ്ടായിരുന്നു. കേട്ടുപോയി. നിനക്ക് ഇങ്ങനെ ഒരു കഷ്ടകാലം വരുന്നേ ഞാൻ അറിഞ്ഞില്ല. കുഞ്ഞമ്മായി ഇത് ചെമ്പകമംഗലത്ത് പറയൂ? പറയണോ? അയ്യോ, പറയരുത്. ഞാനത് പറയാതിരുന്ന നീ എനിക്ക് എന്ത് തരും? എന്റെ ആങ്ങളൊരു ഫ്രോഡാ, നീ ഒരു ഇന്റർനാഷണൽ ഫ്രോഡും. രണ്ടു ഫ്രോഡുകൾ കൂടി ചെയ്യുന്ന ഈ കൃത്യം ആരോട് പറയാതിരുന്ന എനിക്കെന്ത് ചെയ്യൂന്ന്? ഓർക്കാപ്പുറത്ത് മൂന്നാമതൊരു ഫ്രോഡ് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്ത് ചെയ്യാൻ? അതാ ഞാൻ പറഞ്ഞത്, നിന്റെ കഷ്ടകാല സമയത്താണ് ഞാൻ വന്നതെന്ന്.